വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ. ദെൻ റീഡിങ് കോംപ്രിഹെൻഷൻ. ഈ ഒരു ചാപ്റ്ററിൽ റീഡിങ് എന്താണ്, റീഡിങ് ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്താണ്, എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഡീൽ ചെയ്യണത്. നമ്മൾ കുറച്ച് ദിവസമായി കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് വീഡിയോ ഇടാനായിട്ട്. ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ പ്രതീക്ഷിക്കാം കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. Then, reading is about understanding, analyzing and connecting what you read to the world around you. ഈ ഒരു സെൻറ്റൻസ് ഉൾപ്പെടുത്തിയതിന് കാരണം റീഡിങ് എന്താണെന്ന് ചിലപ്പോൾ ഒരു 2 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് റീഡിങ് എന്ന് സിംപ്ലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനേഷൻ എഴുതി വെക്കാം. എന്താണ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും, അതേപോലെ തന്നെ അനലൈസിങ്, കണക്റ്റിംഗ്, അതായത് നമുക്ക് അറിയുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ, ബന്ധിപ്പിക്കാനും, അതേപോലെ തന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്, റീഡിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് അൺകവറിങ് ഹിഡൻ ലെയേഴ്സ് ഇൻ എ ടെക്സ്റ്റ്, മേക്കിംഗ് ദി എക്സ്പീരിയൻസ് മച്ച് മോർ എൻഗേജിങ് ആൻഡ് ഇൻസൈറ്റ്ഫുൾ. അൺകവറിങ് ഹിഡൻ ലെയേഴ്സ്, ഈ ഒരു വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരു സ്റ്റോറി പഠിക്കുന്നുണ്ട്. സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുകയല്ല, ആ ഒരു സ്റ്റോറിയിൽ ഒരു ചെറിയൊരു പാരഗ്രാഫാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ കണ്ട പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടിയും വേർഡ്സ് കുറച്ചും കൂടിയും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മാത്രം. ഈ ഒരു ചെറിയൊരു പാരാഗ്രാഫ്, ഒരു സ്റ്റോറീൻ്റെ ചെറിയൊരു എക്സെപ്റ്റ് തന്നിട്ട് അതെന്ത് ചെയ്യാൻ പറയും, അതിൽ നിന്ന് ആ ഒരു ഹിഡൻ മീനിങ്സ് എന്തൊക്കെയാണ്, എന്താണ് ശരിക്കും ആ സ്റ്റോറി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് വരുമ്പോൾ അതിനുള്ളിൽ ഒളിഞ്ഞു കിടക്കണ മീനിങ്സ് ഒക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്, റീഡിംഗ് എന്ന് പറയുന്നത്. സിംപ്ലി വാട്ട് ഈസ് റീഡിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് അതിൽ കീവേഡ്സ് ആണ് റെഡ് ഇങ്ക് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ്? അണ്ടർസ്റ്റാൻഡിങ്, അനലൈസിങ്, കണക്റ്റിംഗ്, പിന്നെ അൺകവറിങ് ഹിഡൻ ലെയേഴ്സ്. ഈ 4 പോയിന്റുമാണ് കീവേഡ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി ആക്റ്റീവ് റീഡിംഗ്. Active reading means engaging with the text, not just passively skimming. സ്കിമ്മിങ് എന്താണ്? സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒക്കെ നമ്മൾ കഴിഞ്ഞതാണല്ലേ. സ്കാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെ സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിക്കും, എല്ലാ പോയിൻറ്റ്സും വായിച്ചു പോവും. സ്കിമ്മിങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഓടിച്ച് വായിക്കില്ലേ, അതാണ് സ്കിമ്മിങ്. അങ്ങനെ ജസ്റ്റ് സ്കിമ്മിങ് എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുക എന്നതിനപ്പുറത്ത് ആ ഒരു നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടി മുഴുകിയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ എൻഗേജ്ഡ് ആയിരിക്കുക. ആ വേർഡ് എന്തൊക്കെയാണ്, കോംപ്രിഹെൻഡ് എന്നുള്ളൊരു മീനിങ് തന്നെ അർത്ഥം എന്ന് പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലാക്കുക. ഒരു കാര്യം, ഒരു വേർഡ്, അതിൻ്റെ അർത്ഥം എന്നതിനേക്കാളും ഉപരി ആ ഒരു മൊത്തത്തിലുള്ള ഒരു പാരാഗ്രാഫ് നമുക്ക് എന്താണ് നൽകുന്നത്, എന്ത് മെസ്സേജാണ് നൽകുന്നത്, മൊത്തത്തിൽ മനസ്സിലാക്കുന്നതാണ് ശരിക്കും കോംപ്രിഹെൻഡിങ്. അതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ ഹെഡിങ് തന്നെ. ദെൻ നെക്സ്റ്റ് കംസ് വൊക്കാബുലറി ആൻഡ് കോണ്ടെക്സ്റ്റ് ക്ലൂസ്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ അധികം മീനിങ്സ്, കുറേ അധികം വേർഡ്സ്, അറിയാത്ത വേർഡ്സ് ഉണ്ടാവും, കുറേ അധികം മീനിങ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ആസ്ക് ക്വസ്റ്റ്യൻസ്, ഹൈലൈറ്റ് കീ ഐഡിയാസ്. അതായത് നമ്മളിപ്പോൾ ചെയ്യണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ ഹൈലൈറ്റ് ആക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ റെഡ് ഇങ്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. അതേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമെല്ലാം എടുത്തറിയാനും നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റണം. നമ്മൾ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് അതിലേതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റണം. പിന്നെ അതേപോലെ തന്നെ ആസ്ക് ക്വസ്റ്റ്യൻസ്. നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ഇടാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ഭാഗം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നുണ്ട്. അത് ഞാനിപ്പോൾ വീഡിയോൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. റീഡിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ചതിന് ശേഷം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ഇതിലൂടെയെല്ലാം നമുക്ക് റീഡിങ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒരു നോട്ട് എടുത്തിട്ട് നിങ്ങൾ ഈ റെഡിൽ കൊടുത്ത പോയിന്റ്സ് മാത്രം, ഞാൻ പറയുന്ന എന്തെങ്കിലും പോയിന്റ്സ്, ഇതിലില്ലാത്ത എന്തെങ്കിലും പോയിന്റ്സ് ഞാൻ പറയുന്നുണ്ടെങ്കിലും അതും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ഉപകാരപ്പെടും ഈ കീവേഡ്സ് എന്ന് പറയുന്നത്. Then, reading comprehension. What is reading comprehension? Reading comprehension is about more than just understanding a passage. It's about connecting the dots
thinking critically and engaging with the material on a deeper level. ഡീപ്പ് എന്ന് വെച്ചാൽ തന്നെ എന്താണ്? ആഴത്തിൽ, ഡീപ്പർ ലെവൽ. അതായത് അത്രയും ആഴത്തിൽ ഒരു കാര്യത്തെ ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെയാണ്, സെയിം കാര്യമാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ച് പോവുക എന്നതിനേക്കാളും ഉപരി അത്രയും ആഴത്തിൽ ഇറങ്ങി ചെന്ന് ക്രിറ്റിസിസം എന്താണ്? നമ്മൾ ഒരു കാര്യത്തിനെ അത്രയും സ്ക്രൂട്ടിനൈസ് ചെയ്ത് അത്രയും മൈന്യൂട്ടായി ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്ത് എന്തൊക്കെയാണോ ആ സെൻറ്റൻസിൽ പറയുന്നത്, പങ്ക്ച്വേഷൻസ്, അതേപോലെ കുത്തും കോമിയും ഒക്കെ നോക്കി വായിക്കാമെന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും എന്ത്? റീഡിങ് കോംപ്രിഹെൻഷൻ. ഒരു കാര്യത്തെ ആ ഒരു സെൻറ്റൻസ് മുഴുവനായിട്ട് എന്താണോ പറയണത് എന്നുള്ളത് മനസ്സിലാക്കാം. ദെൻ some people believe that increasing reading proficiency is just for students and professionals. അതായത് നമുക്ക് സാധാരണ ആൾക്കാർക്കൊക്കെ എന്താണ്, ഇനി വായിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മൾ പഠിക്കണമെന്നില്ലല്ലോ, നമുക്ക് പഠിക്കാനൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ജോലി ചെയ്യാനും ഇല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല. റീഡിംഗ് എന്ന് പറയുന്നത് ഒരു സാധാരണ ആൾക്കാർ മുതൽ ജോലിയുള്ള ആൾക്കാർ, ഹയർ ലെവലായിക്കോട്ടെ ലോവർ ലെവലായിക്കോട്ടെ, ഏത് ലെവലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? റീഡിംഗ് എന്ന് പറയുന്നത്. ദെൻ ബട്ട് മെനി ഓഫ് ദിസ് കോമൺ പീപ്പിൾ ഓൾസോ സ്ട്രഗിൾ വിത്ത് ദ സെയിം ഇഷ്യൂസ്. എഴുതാനും വായിക്കാനും അറിയാണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ കുറേ പേരിനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം, ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണാം. ദെൻ ദേ കനോട്ട് മെയിൻറ്റെയിൻ ദി റീഡിംഗ് പേസ് ആൻഡ് കോംപ്രിഹെൻഷൻ ദി ബോത്ത് നീഡ് ആൻഡ് വാണ്ട് ടു. അവർക്ക് എന്താണ് ഈ റീഡിംഗ് എന്ന് പറയുന്നത് അത് പ്രാക്ടീസിലൂടെ, അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, പ്രാക്ടീസിലൂടെ നമ്മൾ കൊണ്ടുവന്നാലാണ് അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതൊരു കാര്യമാണെങ്കിലും റീഡിങ്ങിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാക്ക് അതിൻ്റെ മീനിങ് പറയുക, അതിൻ്റെ മീനിങ് പഠിക്കുക എന്നതിനേക്കാളും മൊത്തത്തിൽ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ദെൻ ദേ ഫ്രീക്വൻ്റ്ലി വാണ്ട് ടു റീഡ് correspondence, newspapers, magazines and other sources as well as leisurely reading. leisurely reading എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ബുക്സൊക്കെ വായിക്കാനായിട്ട്, എന്തെങ്കിലും മാഗസിൻസോ നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ വായിക്കാം. പക്ഷെ അത് നമ്മൾ മുഴുവനായിട്ട് എൻഗേജ് ചെയ്ത് നമ്മൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്? നമ്മുടെ റീഡിങ്ങിൻ്റെ സ്കില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവ്. അതായത് റീഡിങ് പ്രാക്ടീസിലൂടെ നമുക്ക് റീഡിങ് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഇതിപ്പോൾ സാധാരണ ആൾക്കാരാണെങ്കിലും എത്ര വലിയ ഉദ്യോഗസ്ഥരാണെങ്കിലും നമുക്ക് ആ ഒരു ഡിഫറൻസ് പറയണം എന്നില്ല. റീഡിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. അതായത് പ്രാക്ടീസ് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? റീഡിങ് എന്ന് പറയുന്നത്. Then, most people desire to learn more about the world around them, yet many do not have the time to read the daily news and much less continue their education. എന്താണ് പറയണത്? നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് നടക്കുന്നത് തന്നെയാണ്. ചില ആൾക്കാർക്ക് എന്താണ് വേൾഡ് എന്താണ് നടക്കുന്നത്, ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? വാർത്തകൾ കേൾക്കുന്നുണ്ടാവാം, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നുണ്ടാവാം, അതർ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ചില ആൾക്കാർക്ക് എന്താണ്? ന്യൂസ് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, ലോകത്ത് എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, എന്നെ ബാധിക്കണില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ആൾക്കാർ, അതൊന്നും ഞാൻ വായിക്കണ്ട എന്നൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ. അതൊക്കെ ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ, അതൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ദെൻ understanding the elements needed to improve reading comprehension level and practicing. എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണത്? ഓരോ എലമെൻറ്റ്സും അതിപ്പോൾ റീഡിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ജസ്റ്റ് ലെറ്റേഴ്സ് മാത്രമല്ല, സിംബൽസ്, പിന്നെ ഡോട്ട്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, ഇങ്ങനെ പല രീതിയിലുള്ള പങ്ക്ച്വേഷൻ മാർക്സും ഉണ്ടാവും. അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ കൂടി മീനിങ്സ് അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? വായിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തിലൂടെയാണ് കിട്ടുന്നത്? പ്രാക്ടീസിങ്ങിലൂടെയാണ് കിട്ടുന്നത്. ദെൻ ഇനി മുതലാണ്, ഇത്ര നേരം നമ്മളൊരു ഇൻട്രോ പോലെയാണ് ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ട്രാക്കിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ദെൻ ഇനി പറയാൻ പോണതാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ചെറിയ ചാപ്റ്ററാണ്, കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത്. നോക്കാം.
വാട്ട് ഈസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ? നമ്മുടെ ഹെഡ്ലൈൻ, അതായത് ടൈറ്റിൽ തന്നെ എന്തായിരുന്നു? റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നായിരുന്നു യൂണിറ്റ് 3ൻ്റെ. സോ എന്താണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ? ലാംഗ്വേജ് ഇനേബിൾസ് ദി ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആൻഡ് ഐഡിയാസ് ആൻഡ് കൺവേസ് മീനിങ്സ് ആൻഡ് വ്യൂ പോയിൻറ്റ്സ്. വ്യൂ പോയിൻറ്റ്സ് എന്താടാ? വ്യൂ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അതാണ് വ്യൂ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കും. അങ്ങനെയുള്ള വ്യൂ പോയിൻറ്റ്സും അതേപോലെ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മളും മറ്റുള്ളവർക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും പറഞ്ഞു തരുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, ട്രാൻസ്മിഷൻ, കറക്റ്റ് വാക്ക് അതാണ്, ട്രാൻസ്മിഷൻ. ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നത് എന്തിലൂടെയാണ്? ലാംഗ്വേജസിലൂടെയാണ്. വെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇസ് പ്രോപ്പർലി ഇൻ്റർപ്രിറ്റഡ്, റീഡിംഗ് ക്യാൻ ബി ട്രെമൻഡസ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ, ഫൺ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാൻ പറ്റുക, നമ്മൾ ചില നോവൽസൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കും, ബുക്കിലൊക്കെ ഇങ്ങനെ വെള്ളമായിട്ടുണ്ടാവും കരഞ്ഞിട്ട്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ പലരും അങ്ങനെയാണ്. ബുക്സ്, ചില നോവൽസ് പോട്ടെ, ബുക്സ് പോട്ടെ, നമ്മൾ ചില റീലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടാവലുണ്ട്. ചില ഒരു 30 സെക്കൻഡിൻ്റെ റീലായിരിക്കും, പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. അതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കഥാപാത്രത്തിലേക്ക്, ചിലപ്പോൾ സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കാം, എന്നാൽ പോലും നമ്മൾ അതിലേക്ക് ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് നമ്മളാണ് അത്, അല്ലെങ്കിൽ നമ്മളിൽ ഒരാളാണ് അത് എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണല്ലോ നമുക്ക് ആ ഒരു ഇമോഷനൊക്കെ വരണത്. സോ അങ്ങനെയുള്ള ഇമോഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വഴി എന്ന് പറയുന്നത് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. ചില എഴുത്തൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് ആരാന്ന് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക, സാങ്കല്പിക കഥാപാത്രങ്ങളായിരിക്കും അതിലുണ്ടാവുക, എങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് വരും. ഓക്കെ, അത് വായിക്കുന്ന സമയത്ത് അതൊക്കെ എന്തിലൂടെ പറ്റുന്നുണ്ട്? റിട്ടൺ കമ്മ്യൂണിക്കേഷനിലൂടെ പറ്റുന്നുണ്ട്. ദെൻ ട്രെമൻഡസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, ഫണ്ണായിക്കോട്ടെ, ട്രാൻസ്ഫോർമേഷൻ ആയിക്കോട്ടെ, ഇതിനെല്ലാം എന്ത് വഴിയൊരുക്കുന്നുണ്ട്? റിട്ടൺ കമ്മ്യൂണിക്കേഷനിലൂടെ നടക്കുന്നുണ്ട്. ദെൻ റൈറ്റിംഗ് ഹാസ് ദി എബിലിറ്റി ടു ട്രാൻസ്പോർട്ട് റീഡേഴ്സ് ടു ന്യൂ സെറ്റിങ്സ്, ടൈംസ് ആൻഡ് ഒക്കേഷൻസ്. ശരിയല്ലേ? നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലല്ലാതെ വേറൊരു, ചിലപ്പോൾ നമുക്ക് കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ ചില റീൽസൊക്കെ കാണുന്നുണ്ടാവും, 2050 അവസ്ഥ കമൻറ്റിൽ അറിയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സ് ഒക്കെ തുറക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു യൂണിവേഴ്സിലേക്ക് പോണ പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചില ബുക്സ്, നോവൽസ്, കഥകളൊക്കെ ഉണ്ടാവും കുറേ കാലം മുന്നേ ഉള്ളത്, അല്ലെങ്കിൽ കുറേ കാലം ഇനി വരാൻ പോണ കാര്യങ്ങൾ, അതിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്? റൈറ്റിങ്ങിന്, എഴുത്തിനുണ്ടെന്നാണ് പറയണത്. ദെൻ ടെക്സ്റ്റ് ക്യാൻ ഓഫർ ഓൾട്ടർനേറ്റ് വ്യൂ പോയിൻറ്റ്സ് ഓൺ ദി വേൾഡ്. എന്താണ്? ഒരു എഴുത്തിലൂടെ എന്ത് വരെ മാറ്റാൻ സാധിക്കുന്നതാണ് പറയുന്നത്. പല ആൾക്കാർക്കും പല കാഴ്ചപ്പാടായിരിക്കും പല കാര്യത്തെ പറ്റിയിട്ട്. അതുവരെ ലോകത്തിലെ കാഴ്ചപ്പാട് വരെ മാറ്റാനുള്ള ആ ഒരു കഴിവ് എന്തിനുണ്ട്? ആ ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്, ഒരു വെപ്പണാണ് ശരിക്കും റൈറ്റിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ക്യാൻ kindle our imaginations to produce vivid mental pictures that may last a lifetime. കിൻഡലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ജ്വലിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കുക, അത് കത്തി ആടുക എന്നൊക്കെ പറയില്ല, അത്രയും പവർഫുൾ ആവുക. അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമാജിനേഷൻസ്, നമ്മുടെ ആ ഒരു ചിന്താശേഷി എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ട്, അത്രയും സ്പാർക്കോട് അത് കത്തി ജ്വലിക്കുക എന്നൊക്കെ പറയില്ലേ, ഇതിനൊക്കെയുള്ള ആ ഒരു കഴിവ് എന്തിനുണ്ട്? ലാംഗ്വേജിനുണ്ട്. ദെൻ എന്തിനും കൂടിയുണ്ട്? വേൾഡിൻ്റെ വ്യൂ പോയിൻറ്റ്സ് ഓൾട്ടർനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റിമാർക്കുണ്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റീഡിങ്ങിനുണ്ട്. ദെൻ ടെക്സ്റ്റ് ഹാവ് ദി പവർ ടു എഡ്യൂക്കേറ്റ് ആൻഡ് അഡ്വാൻസ് അവർ നോളജ്, ടീച്ച് അസ് ന്യൂ വേർഡ്സ് ആൻഡ് ഇൻസ്പയർ ഫ്രഷ് മോഡ് ഓഫ് തോട്ട്. എന്താണ് പറയണത്? ആ ഒരു റെഡ് ലൈനിൽ കൊടുത്ത പോയിൻറ്റ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്തേ, അപ്പോൾ തന്നെ സെൻറ്റൻസിനുള്ള ഫുൾ നമുക്ക് ആ ഒരു സെൻറ്റൻസ് ജസ്റ്റ് ഒന്ന് പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി, ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ ആ ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടി. റെഡിൽ നോട്ട് ചെയ്തത് മാത്രം പഠിച്ചാൽ മതി. പവർ ടു എഡ്യൂക്കേറ്റ്, എന്താണ്? നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? ടെക്സ്റ്റ് അല്ലെങ്കിൽ അഥവാ ലാംഗ്വേജസ് അല്ലെങ്കിൽ റീഡിങ്ങിനുണ്ട്. പിന്നെ നോളജ്, പിന്നെ ടീച്ച് അസ് ന്യൂ വേർഡ്സ്, നമുക്ക് പുതിയ വാക്കുകൾ, പുതിയ അർത്ഥങ്ങൾ മനസ്സിലാക്കാനും അത് നമുക്ക് പഠിക്കാനും ആ ഒരു കപ്പാസിറ്റിയും എന്തിനുണ്ട്? ടെക്സ്റ്റിനുണ്ട്. ആൻഡ് ഇൻസ്പയർ ദെൻ പവർ ടു എഡ്യൂക്കേറ്റ്, നോളജ്, ന്യൂ വേർഡ്സ് ടീച്ച് ചെയ്യാൻ. ഇതൊക്കെ എന്താണ്? ടെക്സ്റ്റ് കൊണ്ട് പറ്റുന്ന എബിലിറ്റീസ് ആണ്. ചിലപ്പോൾ 2 മാർക്സിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ടെക്സ്റ്റ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ എബിലിറ്റീസ് ആണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുക? എന്തൊക്കെയാണ്? പവർ ടു എഡ്യൂക്കേറ്റ്, നോളജ്, ന്യൂ വേർഡ്സ്, ടീച്ച് അസ് ന്യൂ വേർഡ്സ് ആൻഡ് ഇൻസ്പയർ. ദെൻ ലെറ്റ് us take a look
at the following brief excerpt of an illustration of the richness of written language. ഇതാണ് നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനും കോംപ്ലക്സ് ആയിട്ടുള്ള ലാംഗ്വേജസിലൂടെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട്, ഇതല്ല ഇതുപോലെയുള്ള വേറൊരു സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ കമൻസിൽ അറിയിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ആ ഒരു എനർജി കിട്ടണുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും വേണ്ടത്, എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാനും നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള ആ ഒരു എനർജിയൊക്കെ കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സെപ്റ്റ് വായിക്കാം. Jenny sprang bolt upright. Moments of disorientation followed before she recognizes the now faded floral wallpaper and tatty matching curtains. Framed family faces stared down from the bookshelf. Home for the holidays, she remembered. Blinking and yawning, she stumbled around for her slippers and gown. The tiny voice from the bedside table was delivering the news and warning of the harsh winds and icy roads. Jenny reached across and hit the button. Today is definitely a two-sweater day. Jenny thought as she riffled around in her suitcase for her favorite winter clothing. മനസ്സിലായോ? എന്തെങ്കിലും ഇതേപോലെയുള്ളൊരു സ്റ്റോറീൻ്റെ എക്സെപ്റ്റ് തരും നിങ്ങൾക്ക്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും തരും, നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിലിപ്പോൾ ഫസ്റ്റ് ടൈം വായിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആൾക്കാർക്കും ഒന്നും മനസ്സിലാവില്ല. ജസ്റ്റ് ജെനി എന്നുള്ള വാക്ക് മാത്രം നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത് നിൽക്കും. ബാക്കിയുള്ള ഒന്നും തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും, എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല, എന്നാലും പകുതി മുക്കാൽ ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി ചെല്ലാൻ പോവാണ് കേട്ടോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. എന്ത്? Upon interpreting the given passage, consider the following questions and think about them. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് നോക്കാം. Jenny sprang the bolt upright, but why? Where had Jenny gone? What could have caused her to feel confused? Whose faces are there in the framed family picture? Why did she freeze? Where did the thin voice originate? How did the button work? What did Jenny understand by a two-sweater day? What exactly was Jenny doing with her bag? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ചെറിയ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. ഇതെല്ലാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റോറി നമ്മൾ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ആ ഒരു വാക്കൊക്കെ മാറ്റിയിട്ട് അതിനെ ഹിഡൻ ആയിട്ടുള്ള അർത്ഥങ്ങളെല്ലാം നോക്കി അത് ക്ലിയർ ആയിട്ട് വായിച്ചു പോയാൽ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുക. നോക്കാം. Read an annotated version of the above story except in the following. In the annotation, we have added some primary thoughts that you may have while reading the content. അതായത് അനോട്ടേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു വേർഷൻ, നമുക്കത് വായിച്ചിട്ട് പലർക്കും ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടിയും എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു വേർഷൻ താഴെ തന്നിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കാം. ജെനി സ്പ്രാങ് ബോൾട്ട് അപ്രൈറ്റ്. ബോൾട്ട് അപ്രൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീണ്ട് നിവർന്ന് എന്നൊക്കെ ആ ഒരു രീതിയിലുള്ള അർത്ഥമാണ് ബോൾട്ട് അപ്രൈറ്റ് എന്നതുകൊണ്ട് വരുന്നത്. ജെനി സ്പ്രാങ് ബോൾട്ട് അപ്രൈറ്റ്. അപ്പോൾ ജെനി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം? ജെനി ഇരുന്നിടത്തു നിന്നും നിവർന്ന് നിൽക്കുക എന്നതിനേക്കാളും എന്തെങ്കിലും നമ്മളിങ്ങനെ സോൺ ഔട്ടായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പടക്കം പൊട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഞെട്ടില്ലേ, ഞെട്ടൽ എന്നാണ് ശരിക്കും ആ ഒരു പാരഗ്രാഫ് ആ ഒരു വാക്കിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. ജെനി മേ ഹാവ് സഡൻലി അവേക്കൻഡ്. സഡൻലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന്. സഡൻലി അവേക്കൻഡ്, പെട്ടെന്നൊന്ന് ഞെട്ടി എഴുന്നേറ്റതായിരിക്കാം. ബി ഷോക്ക്ഡ്, ഷോക്കായിട്ടായിരിക്കാം. ഓർ ബി സ്റ്റണ്ട്, നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുക എന്ന് പറയില്ലേ, സ്തംഭിച്ച് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, ലൈക്ക് ദാറ്റ്. ജെനി ഹാസ് ഹെർ അറ്റൻഷൻ ഫോക്കസ്ഡ് ഓൺ സംതിങ്. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ പകൽ സ്വപ്നമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പെട്ടെന്നുള്ളൊരു ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഞെട്ടി നമ്മൾ ഒന്ന് നിവരില്ലേ, ആ ഒരു കാര്യമാണ് ശരിക്കും അവിടെ ബോൾട്ട് അപ്രൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. മൊമെൻറ്റ്സ് ഓഫ് ഡിസോറിയൻറ്റേഷൻ ഫോളോഡ്. ആ ഒരു വാക്കിൽ നിന്നും എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവർ ഷീ കുഡ് ബി പെർപ്ലെക്സ്ഡ്. Perhaps she might be at an unknown location. നോൺ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയുന്നതായിട്ടുള്ള ആ ഒരു സ്ഥലം. അൺനോൺ ലൊക്കേഷൻ എന്താണ്? നമുക്ക് അറിയാത്തതായിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് അവർ, അതായത് ജെന്നിക്ക് അറിയാത്ത സ്ഥലത്താണ് ജെന്നി എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ ഉള്ളത് എന്നൊക്കെ അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പെർപ്ലെക്സ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശയക്കുഴപ്പത്തിലാവാന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് കറക്റ്റ് വാക്ക് അതാണ്, ആശയക്കുഴപ്പത്തിലാവുക. പെർപ്ലെക്സ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശയക്കുഴപ്പത്തിലാവുക. അതായത് ഡിസോറിയൻറ്റേഷൻ ആണ്, ഓറിയൻറ്റേഷൻ അല്ല. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
കറക്റ്റായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. അത് നമുക്ക് നമ്മുടെ ഇപ്പോൾ വീട്ടിൽ എവിടേക്കാണ് എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ അറിയാം. എന്നുപോലെ മറ്റുള്ളവരുടെ വീട്ടിൽ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് അവരുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ എവിടേക്കാണെന്നുള്ളത് അറിയില്ലല്ലോ. അതേപോലെയുള്ള ഒരവസ്ഥയിൽ പുതിയതായിട്ടുള്ളൊരു ആംബിയൻസിലാണ് നമ്മുടെ ആരുള്ളത്, ഇപ്പോൾ ജെനി ഉള്ളത്. ദെൻ before she recognized the now faded floral wallpaper and ടാറ്റി മാച്ചിങ് കർട്ടൈൻസ്. ഈ ഒരു വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓൾദോ ദേ വർ ഒറിജിനലി ഇൻ ഗുഡ് ഷേപ്പ്, ദേ നൗ അപ്പിയർ വോൺ ആൻഡ് മേ ബി ഹാർഡർ ടു ഐഡൻറ്റിഫൈ. അതായത് ജെനി അവിടെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അഴുക്ക് പിടിച്ചിട്ടുള്ള നിറം മങ്ങിയിട്ടുള്ള നിറച്ചാന്നൊക്കെ പറയില്ല, അങ്ങനത്തെ രീതിയിലുള്ള കർട്ടൈൻസും അതേപോലെ വാൾപേപ്പർ ആയാലും അങ്ങനത്തെ രീതിയിലുള്ളതാണ്. അതായത് നമുക്ക് അറിയാൻ കഴിയാത്ത, അതായത് ഇപ്പോൾ മഴയത്ത് നല്ല മഴയൊക്കെ ആണെങ്കിൽ ഇരുട്ട് മൂടിയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കളറല്ല നമുക്ക് കാണാം, കുറച്ചും കൂടിയും മങ്ങിയിട്ടുള്ളൊരു കളറല്ല നമുക്ക് എന്ത് വസ്തുവിനെ നോക്കിയിട്ടുണ്ടെങ്കിലും ലൈറ്റ് കുറവുള്ള സ്ഥലത്ത് തോന്നുക. അതാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ framed family faces. The only faces that come to mind are those in pictures or artwork. Perhaps these depict Jenny's family. അതായത് ഫ്രെയിംഡ് ഫാമിലി ഫേസസ്, നമ്മുടെ അത്രയും പ്രിയപ്പെട്ട മെമ്മറീസൊക്കെ നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ഉള്ളതൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കില്ലേ, ഫോട്ടോസൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്ത് വെക്കില്ലേ, അങ്ങനെയുള്ള ഫ്രെയിംസ് താഴെ വീണു എന്നൊക്കെ, ഷെയ്ക്ക് ചെയ്ത് വീണു എന്നൊക്കെ ആ ഒരു പാരാഗ്രാഫിൽ നമ്മളിത് കഴിഞ്ഞിട്ട് ആ ഒരു പാരാഗ്രാഫ് മൊത്തത്തിലായിട്ട് നോക്കും. അപ്പോൾ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കണം, ചിലപ്പോൾ മിക്കവാറും എന്തായിരിക്കണം ജെന്നീൻ്റെ ഫാമിലി ഫ്രെയിം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ജെന്നീൻ്റെ സ്വന്തമായിട്ടുള്ള ഫാമിലി പിക്ചേഴ്സ് ആണോ, അവരുടെ ഫ്രെയിം ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം, ലാസ്റ്റ് നോക്കാം ആ ഒരു പാരാഗ്രാഫ്. Then stare down from the bookshelf. Since people cannot fit on a bookshelf, the faces in the frames are probably not real. എന്താണ് പറയുന്നത്? Stare down from the bookshelf. അതായത് ഒരു ഹൊറർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൊറർ മൂവിയൊക്കെ കാണുന്ന സമയത്തുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ ശരിക്കും ജെനിക്ക് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രേതകഥ എന്നല്ല പറയണത്, ആ ഒരു രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് ജെനിക്ക് ശരിക്കും ഉള്ളത്. അതായത് നല്ല ശക്തമായിട്ടുള്ള കാറ്റുണ്ടായി എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ഷെൽഫിൽ നിന്ന് ഈ ഒരു ഫ്രെയിമൊക്കെ താഴെ വീഴുന്നുണ്ട്. ബുക്ക് ഷെൽഫിൽ ചിലപ്പോൾ ഈ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇവർ താഴെ വീഴുന്നുണ്ടാവുക, അതൊരു റിയൽ ഫേസസ് ആയിരിക്കില്ല എന്നൊക്കെ ഉള്ള ആ ഒരു തോട്ട്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട്, ഒരു കൺഫ്യൂസ്ഡ് തോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ home. By using this term, it is further implied that family faces belong to her family. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഒരു ഫ്രെയിമിൽ ഏതൊരു ഫാമിലിയാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഫ്രെയിമിൽ ഉണ്ടായിരുന്നത് ആരായിരിക്കാം? ഇവരുടെ, അതായത് ജെന്നീൻ്റെ ഫാമിലി ആയിരിക്കാം എന്ന് പറയണം. ഹോം എന്നുള്ളൊരു വാക്ക് അവിടെ ജെന്നി പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണ്? വീട് എന്ന് പറയണമെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ ഫ്രെയിമിലുള്ളത്. ദെൻ ഫോർ ദി ഹോളിഡേയ്സ് ഷീ റിമെമ്പേർഡ്. അപ്പോൾ അതൊരു ഹോളിഡേയ്സ് ആണ്. അതൊരു ചിലപ്പോൾ ജെന്നി പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അവിടെ നിന്ന് ഹോളിഡേയ്സിൽ ഈ ഒരു വീട്ടിലേക്ക് വന്നതായിരിക്കാം എന്നുള്ളൊരു തോട്ടൊക്കെയാണ് അവിടെ വരേണ്ടതായിട്ടുള്ളത്. ഷീ മേ നോട്ട് ബി ഇൻ ഹെർ റെഗുലർ റെസിഡൻസ് എന്താ, നമുക്ക് റെസിഡൻസ് അഡ്രസ്സിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അതായത് നമ്മൾ താമസിക്കുന്നതായിട്ടുള്ള, നമ്മൾ സ്ഥിരമായിട്ട് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമല്ല ജെന്നി അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഡിസോറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓറിയൻറ്റേഷനിലല്ല, ഡിസോറിയൻറ്റഡ് ആണ്. അതായത് എവിടെയാണ് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് ജെനിക്ക് തന്നെ ഒരു പിടുത്തമില്ല ആ ഒരു വീട്ടിൽ. ദെൻ ഹോളിഡേയ്സിലാണ് വന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? ജെനി സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമല്ല. ബിക്കോസ് ഓഫ് ദി ഡിസോറിയൻറ്റേഷൻ ഷീ ഈസ് എക്സ്പീരിയൻസിങ്, ആൻഡ് ഓൾസോ ബിക്കോസ് ഷീ ഈസ് ജസ്റ്റ് ദർ ഫോർ ദി ഹോളിഡേയ്സിൽ മാത്രമാണ് ജെനി അവിടെ വന്ന് താമസിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റിലേറ്റഡ് ടു വൺസ് വിസിറ്റ് അറ്റ് പാരൻസ് ഹൗസ് ഡ്യൂറിങ് ഹോളിഡേയ്സ്. എന്തിനോട് സാമ്യമാണെന്നാണ് പറയണത്? നമ്മൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും വീട്ടിൽ, അച്ഛൻ്റെയും അമ്മേൻ്റെ അല്ല, അച്ഛമ്മേൻ്റെയും അമ്മമ്മേൻ്റെയും ഒക്കെ വീട്ടിൽ പോവില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് അവിടെ നമുക്ക് അറിയുന്ന, അതായത് പല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തെന്ന് പറയണത് അവിടെ എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അറിയായിരിക്കും, ഇന്ന റൂമിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ. പക്ഷെ ജെനിക്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലല്ല. ശരിക്കും കുറേ നാളുകൾക്ക് ശേഷം തിരിച്ച് ഹോളിഡേയ്സ് വരുമ്പോൾ ആ ഒരു വീട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ജെനിക്ക് അവിടെ ഉണ്ടായിരിക്കണത്.
ദെൻ ജെനി മേ ഹാവ് ഗ്രോൺ അപ്പ് ഇൻ ദിസ് ഹൗസ്. എന്താണ് പറയണത്? ചിലപ്പോൾ കളിച്ച് വളർന്ന് വലുതായിട്ടുണ്ടാവുക ഈ ഒരു വീട്ടിലായിരിക്കാം. പക്ഷേ ജോലി ആവശ്യത്തിനോ അല്ലെങ്കിൽ പഠിപ്പിൻ്റെ ആവശ്യത്തിനോ കുറേ കാലം വേറെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും സ്ഥലത്തോ വേറെ പോയി നിന്നിട്ട് പിന്നെ ഹോളിഡേയ്സ് ആയപ്പോൾ തിരിച്ചു വന്നതായിരിക്കാം. ഒരു പക്ഷേ ഇതെല്ലാം ഊഹങ്ങളാണ്. നമ്മൾ ആ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് നമുക്ക് എന്തൊക്കെ തോന്നുന്നോ അതെല്ലാം നമുക്ക് ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഉണ്ടാവണം ഇമാജിനേഷൻസ് ആണ്. ദെൻ ബ്ലിങ്കിങ് ആൻഡ് യോണിങ്. ബ്ലിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഉറക്കത്തിൽ നോക്കി എണീച്ച് വരുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മി ഇങ്ങനെ നോക്കില്ലേ, ഒരു ബ്ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിൽ. ബ്ലിങ്ക് ചെയ്യാന്ന് വെച്ചാൽ കണ്ണിങ്ങനെ ചിമ്മ. ദെൻ യോണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടുവായിടുക. അത് നമ്മൾ ഉറക്കം വരണ സമയത്ത് പല നാട്ടിലും പല എന്താ പറയാമെന്ന് എനിക്കറിയില്ല, എന്തായാലും ഇവിടെ പറയണത് കോട്ടുവായിടാന്ന് പറയും. അതായത് ഉറക്കം വന്നിട്ട് നമ്മളിങ്ങനെ വായ പൊളിക്കില്ലേ, ആ ഒരു അവസ്ഥേനെയാണ് എന്തെന്ന് പറയുന്നത് കോട്ടുവായിടുക, അതായത് യോണിങ് എന്ന് പറയുന്നത്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഷീ ഹാസ് ജസ്റ്റ് ഗോട്ടൺ ഔട്ട് ഓഫ് ബെഡ്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇപ്പോൾ തന്നെ, എന്താണ് ജസ്റ്റ് ഗോട്ടൺ ഔട്ട് ഓഫ് ബെഡ്, അതായത് ബെഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എണീച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അതാണ് ഈ കണ്ണ് തിരുമ്മി നമ്മൾ വായാകെ പൊളിച്ച് കൊട്ടായി കിട്ടിയിട്ട് ഇങ്ങനെ വരില്ല. ആ ഒരു സന്ദർഭം ആലോചിച്ചാൽ മതി. ജസ്റ്റ് ബെഡിൽ നിന്ന് എണീച്ചിട്ടേ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് അത് കാണിക്കുന്നത്. ദെൻ she stumbled around. She might still feel disoriented or drowsy, which would make it harder to her to coordinate her movements when looking for those things. അതായത് ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കണത്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണത് എന്ന് അറിയാത്ത കോലത്തിലാണ് നമ്മുടെ ആരുള്ളത്, ജെനി ഉള്ളത്. കാരണം നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ ഇല്ല. ബുക്ക് ഷെൽഫിൽ നിന്ന് ഫ്രെയിമൊക്കെ താഴെ വീഴുന്നു, ആകെ കുലുങ്ങണ ഒരു കാറ്റിൻ്റെ ഒരു അന്തരീക്ഷമാണ്, ശക്തമായിട്ടുള്ള ഒരു കാറ്റിൻ്റെ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് നമ്മുടെ ജെനി. ദെൻ for her, slippers and gown, probably not a ball gown or graduation gown, but a dressing gown. അതായത് ഒരു ഗൗൺ എന്ന് പറയുമ്പോൾ നമ്മൾ വെഡ്ഡിങ്ങിന് ഇടുന്നത്, അതേപോലെ തന്നെ ഗ്രാജുവേഷൻ, അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഗൗൺ ഉപയോഗിക്കുക. ഡ്രസ്സിങ് ഗൗൺ ആണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മളോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പാഠഭാഗത്ത് നിന്ന്. ഡ്രസ്സിങ് ഗൗൺ ആണോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളോട് ചോദിക്കുകയാണ്. നമുക്കത് പാരാഗ്രാഫ് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ദി ടൈനി വോയിസ് ഫ്രം ദി ബെഡ് സൈഡ് ടേബിൾ, ദി വോയിസ് ഇസ് നോട്ട് കമ്മിങ് ഫ്രം ദി ടേബിൾ ബിക്കോസ് ഇറ്റ് ഇസ് ലൈഫ്ലെസ്. എന്താണ്? ടേബിളിന് ജീവനുണ്ടോ? ടേബിളിൽ നിന്ന് ടൈനി സൗണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ ടേബിളിന് ജീവനുണ്ടോ? ഇല്ല. ടേബിളിൽ ഒന്നെങ്കിൽ ശക്തമായിട്ടുള്ളൊരു കാറ്റ് വീശിയ ടേബിൾ ഇളകിയതായിരിക്കാം, അല്ലെങ്കിൽ ജീവനുള്ള എന്തെങ്കിലും വസ്തു അതിൻ്റെ മേലെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മേലെയോ താഴെയോ എന്തെങ്കിലും ആയിട്ട് ജീവനുള്ള എന്തെങ്കിലും ഒരു വസ്തു അതിൻ്റെ മേലെ ഉണ്ടായിട്ടിരിക്കാം. ട്രാൻസ്മിറ്റിംഗ് സൗണ്ട്, ഇറ്റ് മസ്റ്റ് കം ഫ്രം സംതിങ് ഓൺ ദി ടേബിൾ ഇൻസ്റ്റഡ്. അതായത് ആ ടേബിളിൽ നിന്ന് എന്തായാലും സൗണ്ട് വരില്ല, കാരണം ടേബിൾ ജീവനില്ലാത്തൊരു വസ്തുവാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. അതറിയാത്ത ആരും ഇല്ലല്ലോ, ടേബിൾ ജീവനില്ലാത്തൊരു വസ്തുവാണ്. സോ ആ ടേബിളിൽ നിന്നും സൗണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പുറത്തു നിന്നും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവനുള്ളൊരു സാധനം അതിൻ്റെ മേലെയോ താഴെയോ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ദെൻ delivering the news and warning of harsh winds and icy roads. harsh എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത്രയും ശക്തമായിട്ടുള്ള, അത്രയും കഠിനമായിട്ടുള്ള കാറ്റും ഐസി റോഡ്സ്, അതായത് മഞ്ഞ് മൂടിയിട്ടുള്ള റോഡ്സിൻ്റെയും എല്ലാം മുൻകരുതലായിട്ടുള്ള ഒരു ന്യൂസ് വരികയാണ്. ദി വേർഡ് tiny gives the impression that a transmission rather than a human voice is being made. അതായത് ഒരു മനുഷ്യൻ്റെ ശബ്ദം എന്നതിനേക്കാളും ഉപരി ഒരു ടേബിളിൽ നിന്നാണ് ആ ഒരു സൗണ്ട് വരുന്നത് എന്ന് പറഞ്ഞല്ലോ. അതായത് മനുഷ്യൻ്റെ ശബ്ദത്തിനേക്കാളും ഉപരിയായിട്ട് വേറെ എന്തിൻ്റെയോ ഒരു സൗണ്ട് അവിടെ മണക്കുന്നുണ്ട്, എന്തോ വരാൻ പോകുന്നു എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ജെനി ഉള്ളത്. ദെൻ News can be delivered via telephone, television or radio. Radios are frequently considered like alarm clocks, an instrument to wake people up. അതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പണ്ടത്തെ കാലമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ജെനിക്ക് മൊബൈൽ നോക്കിയിട്ട് റീല് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റണില്ല, കാലഘട്ടത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കളക്ടറിൻ്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയിട്ട് നാളെ ലീവാണോ അല്ലേ എന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ല. ജെനിക്ക് എന്താണ് പറ്റണത്? ആകെ അവിടെയുള്ള റേഡിയോ ഉണ്ട്. റേഡിയോ അന്നത്തെ കാലത്ത്
എന്താണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട്, അതായത് ഒരു ക്ലോക്ക് പോലെ ഇന്ന നിർദ്ദേശങ്ങൾ വരുന്ന സമയത്ത് ടപ്പ് ടപ്ന്ന് ആ ഒരു ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൾക്കാർക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെ, ഒരു അലാം ക്ലോക്ക് പോലെയാണ് അന്നത്തെ കാലത്ത് റേഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ റേഡിയോൻ്റെ സ്വിച്ച് ഓൺ ആക്കിയ സമയത്ത് തന്നെ റേഡിയോയിൽ നിന്ന് സൗണ്ട് വരികയാണ്. ഹാർഷ് വിൻഡിനും, അതായത് ശക്തമായ കാറ്റിനും ഐസി റോഡ്സിനും സാധ്യതയുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷൻ, ആ ഒരു ന്യൂസ് വരികയാണ്. ദെൻ ജെനി റീച്ച്ഡ് അക്രോസ് ആൻഡ് ഹിറ്റ് ദി ബട്ടൺ. എന്താ പറയണത്? ജെനി എന്ത് ചെയ്തു? ആ ഒരു ബട്ടൺ ഹിറ്റ് ചെയ്തു, അതായത് ബട്ടൺ അമർത്തി എന്ന് പറയില്ലേ, എന്താണ് അതിൽ നിന്നും എന്താണ് നമുക്ക് തോന്നുന്നത്? ടിപ്പിക്കലി യു പ്രസ് ബട്ടൺസ് ഓൺ മെഷീൻസ് റേദർ ദാൻ ക്ലോത്തിങ്, യു ക്യാൻ ടേൺ തിങ്സ് ഓൺ ഓർ ഓഫ് യൂസിങ് ദീസ്. ദി അലാം ക്ലോക്ക് മേ ഹാവ് ദി ബട്ടൺ. ഈ അലാം ക്ലോക്ക് എന്ന് പറഞ്ഞല്ലോ നമ്മുടെ റേഡിയോ. ഇവിടെ അലാം ക്ലോക്ക് എന്താണ്? റേഡിയോ ആണ്. അപ്പോൾ ഈ റേഡിയോ ക്ലിക്ക് ചെയ്ത സമയത്ത് റേഡിയോ ഓൺ ആൻഡ് ഓഫ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് ഓൺ ചെയ്ത സമയത്ത് അതിൽ ഹിറ്റ് ദി ബട്ടൺ എന്ന് പറഞ്ഞില്ലേ, അത് ഓൺ ചെയ്യണ സമയത്ത് എന്ത് പറഞ്ഞു? അതിൽ നിന്നും ന്യൂസ് എന്ത് വന്നു? ഇത് ശക്തമായ കാറ്റിനും അതേപോലെ തന്നെ ഐസി റോഡ്സിനും സാധ്യതയുണ്ട് എന്നുള്ളൊരു ന്യൂസ് അപ്പോൾ കേൾക്കാണ് ജെനി. ദെൻ ടുഡേ ഇസ് ഡെഫിനറ്റ്ലി എ 2 സ്വെറ്റർ ഡേ. സ്വെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തണുക്കുമ്പോൾ ഒക്കെ ഇടുന്ന ആ ഒരു സാധനം ഇല്ല, അതിനെയാണ് സ്വെറ്റർ എന്ന് പറയുക. അതിന് മലയാളത്തിൽ എന്താ പറയുക? സ്വെറ്റർ തന്നെയല്ലേ നമ്മൾ പറയല്? അതെ, സ്വെറ്ററാണ്. സോ 2 സ്വെറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഒരെണ്ണം ഇട്ടാൽ തന്നെ തണുപ്പ് അത്യാവശ്യം പോകുന്നൊരവസ്ഥയാണ്. 2 സ്വെറ്റർ ഇടണം, അത്രയും അധികം തണുപ്പാണ് അവിടെയുള്ളത്. ദെൻ ദിസ് മീൻസ് ദാറ്റ് ഷീ വിൽ വിയർ 2 സ്വെറ്റർ ടു സ്റ്റേ വാം. അതായത് വാം എന്താണ്? ചൂടായിട്ടിരിക്കാൻ എന്നല്ല, ആ ഒരു തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടെന്നാണ് അവിടെ മീനിങ് വരുന്നത് കേട്ടോ. Due to the cold weather mentioned in the news report, 2 sweaters would be warmer than 1. അല്ലേ, ഒരു സ്വെറ്റർ ഇടുന്നേക്കാളും എന്തായാലും നമുക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റും 2 സ്വെറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ, അത് ഉറപ്പല്ലേ. ദെൻ ജെനി തോട്ട് ആസ് ഷീ റിഫിൾഡ് വെൻ എംപ്ലോയ്ഡ് ആസ് എ വെർബ്. റിഫിൾ ഇൻഡിക്കേറ്റ്സ് ടു സെർച്ച്. റിഫിൾ എന്നുള്ള വാക്ക് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്? എന്തിനെയാണ് ഡിനോട്ട് ചെയ്യണത്? സെർച്ച് എന്താണ്? നമ്മൾ എന്തെങ്കിലും കാര്യം തിരയുക, അതാണ് ശരിക്കും ഒരു സ്തംഭിച്ച് നിൽക്കണ ഒരു ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കണത്? ചുറ്റും ഇങ്ങനെ നമ്മളൊന്ന് തിരിഞ്ഞ് നമുക്കൊന്ന് ആകെ എന്താണ് ഒരു പ്രോപ്പർ ഓറിയൻറ്റഡ് അല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ചുറ്റിനും തിരയുക എന്നുള്ളതൊക്കെ ഒരു മീനിങ് ആണ്. നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ കുറേ ഉണ്ടെങ്കിൽ ഏതപ്പം ഇന്ന് ഇടാ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ തിരയില്ലേടാ, അതാണ് എന്താന്ന് പറയണത് റിഫിൾ എന്ന് പറയുന്നത്. റിഫിൾ എന്ന മീനിങ് എന്താണ് വരുന്നത്? സെർച്ച് എന്നാണ് വരുന്നത്. ആസ് ഒപ്പോസിറ്റ് ടു ദി നൗൺ റിഫിൾ വിച്ച് ഇസ് എ ഗൺ, ദി വേർഡ് ഹിയർ ഹാസ് മോസ്റ്റ് ലൈക്ലി ദി വെർബൽ മീനിങ്. അതായത് റിഫിൾ എന്ന വാക്കിന് ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ. റിഫിൾ എന്ന വാക്ക് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണത്? അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? സെർച്ച് എന്ന് എഴുതണം. ദെൻ around in her suitcase for her favorite winter clothing. അതായത് വിൻ്റർ ആകുമ്പോൾ ഇടാൻ വെച്ചിരിക്കുന്ന, സമ്മറിൽ വേറെ ഡ്രസ്സ്, വിൻ്ററിൽ വേറെ ഡ്രസ്സ്, അങ്ങനെയാണല്ലോ. വിൻ്ററിൽ 2 സ്വെറ്റർ ഇട്ട് നടക്കണ പോലെ നമ്മൾ സമ്മറിൽ അത്രയും കൊടും വെയിലത്തൊന്നും നടക്കില്ലല്ലോ 2 സ്വെറ്റർ ഇട്ടിട്ട്. അതേപോലെ വിൻ്ററിൽ ഇടാനും സമ്മറിൽ ഇടാനും ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ വിൻ്ററിൽ ഇടാനുള്ള അത്രയും ആ ഒരു സ്യൂട്ട് കേസ് ഇവളെ തുറക്കുകയാണ്. ദെൻ ഷീ ഈസ് സെർച്ചിങ് ഫോർ വിൻ്റർ ക്ലോത്തിങ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഹോളിഡേസ് വിച്ച് ഷീ വിൽ ബി സ്പെൻഡിങ് അറ്റ് ഹോം ആർ ഇൻ ദി വിൻ്റർ, പോസിബിളി ഫോർ ക്രിസ്മസ് ഓർ ന്യൂ ഇയർ. അതായത് ക്രിസ്മസിൻ്റെയോ ന്യൂ ഇയറിൻ്റെയോ ഒക്കെ സമയത്ത് ചിലപ്പോൾ ഹോളിഡേയ്സിന് വന്നതായിരിക്കും, 10 ദിവസത്തെ സ്കൂൾ പൂട്ടലിന് വന്നതായിരിക്കാം നമ്മുടെ ജെനി. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ദെൻ ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പം അവരെന്ത് വിചാരിക്കുകയാണ്? 2 സ്വെറ്ററൊക്കെ ഇട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വിൻ്ററിലെ ക്ലോത്തിങ്ങിൻ്റെ ആ ഒരു സ്യൂട്ട് കേസൊക്കെ തുറന്ന് ഇഷ്ടപ്പെട്ട സ്വെറ്ററൊക്കെ ഒന്ന് തിരയട്ടെ എന്ന് പറഞ്ഞിട്ട് വിൻ്റർ ക്ലോത്തൊക്കെ ആര് തിരയാണ്? ജെനി തിരയാണ്. ഇത്രയാണ് നമ്മുടെ ആ ഒരു പാരാഗ്രാഫ് എന്ന് പറയുന്നത്. ചെറിയൊരു പാരാഗ്രാഫിൽ എത്രത്തോളം അർത്ഥം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും, ആ ഒരു പാരാഗ്രാഫിൽ നിന്ന് എന്തെങ്കിലും ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും. തന്നെ നമുക്ക് ആ ഒരു പാരാഗ്രാഫ് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ആ പാരാഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് അത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവും. ജെനി സ്പ്രാങ് ബോൾട്ട് അപ്രൈറ്റ്. നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ജെനി എന്തെങ്കിലും കാര്യം ആലോചിച്ചിട്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് ഒരു സഡൻ എവേക്ക് എന്ന പോലെ പെട്ടെന്ന് ജെനി ഒന്ന് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവാം. ദെൻ
Moments of disorientation followed before she recognized the now faded floral wallpaper and tatty matching curtains. ടാറ്റി മാച്ചിങ് കർട്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും ചളി പിടിച്ചിട്ടുള്ള ഡേർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ നിരച്ച രീതിയിലുള്ള കർട്ടൻസ്, അതേപോലെ തന്നെ വാൾപേപ്പറൊക്കെ ഫെയ്ഡഡ് ആണ്. ഫെയ്ഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറം മങ്ങിയത്, നിരച്ചെന്നൊക്കെയാണ്. അതൊക്കെ സൂചിപ്പിക്കുന്നത് എന്തിനാണ് നമ്മൾ പറഞ്ഞു, ലൈറ്റ് കുറവാണ്, മഴക്കാലമാണ്, അല്ലെങ്കിൽ അത്രയും ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഒക്കെ ആ ഒരു സീസണിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ലൈറ്റ് അത്രയും ഫെയ്ഡഡ് ആണ്, അത്രയും കുറവുള്ള സ്ഥലമാണ്. ദെൻ ഫ്രെയിംഡ് ഫാമിലി ഫേസസ് സ്റ്റെയർ ഡൗൺ ഫ്രം ദി ബുക്ക് ഷെൽഫ്. ബുക്ക് ഷെൽഫിൽ നിന്നും എന്ത് ചെയ്തു, ഫ്രെയിംസ്, നമ്മൾ ഫാമിലി ഫ്രെയിംസ് ഒക്കെ താഴെ വീഴുന്നുണ്ട്. ഹോം ഫോർ ദി ഹോളിഡേയ്സ് ഷീ റിമെമ്പേർഡ്. ഹോം ഫോർ ദി ഹോളിഡേയ്സ്, ഹോളിഡേയ്സിലുള്ള ആ ഒരു വീട്, ഹോളിഡേയ്സിൽ അവൾ വരാറുള്ള ആ ഒരു വീടായിരിക്കാം അത്. ദെൻ ബ്ലിങ്കിങ് ആൻഡ് യോണിങ് ഷീ സ്റ്റംബിൾഡ് അറൗണ്ട് ഫോർ ഹെർ സ്ലിപ്പേഴ്സ് ആൻഡ് ഗൗൺ. സ്ലിപ്പേഴ്സ് എന്താണ്, ആ ഒരു രീതിയിലുള്ള ചെരുപ്പ് എന്നൊക്കെയാണ് അർത്ഥം. ദെൻ ഗൗണും സ്ലിപ്പേഴ്സൊക്കെ ഇവളെന്ത് ചെയ്യണം, ചുറ്റിനും തിരയാണ്. അതൊക്കെ എവിടെ ഞാൻ വെച്ചേ എന്നൊക്കെ ഉറക്കത്തുനിന്ന് ഇങ്ങനെ എണീച്ച് വരുമ്പോൾ കണ്ണൊക്കെ ചിമ്മി കൊട്ടായി കിട്ടിയിട്ട് ഇവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദി ടൈനി വോയിസ് ഫ്രം ദി ബെഡ് സൈഡ് ടേബിൾ വാസ് ഡെലിവറിങ് ദി ന്യൂസ് ആൻഡ് വാർണിംഗ് ഓഫ് ഹാർഷ് വിൻഡ്സ് ആൻഡ് ഐസി റോഡ്സ്. എന്താണ്, ടേബിളിൻ്റെ അവിടുന്ന് ഒരു സൗണ്ട് വരികയാണ്. ആ സൗണ്ട് അവളിനെ എന്താണ് സൂചിപ്പിക്കുന്നത്, ശക്തമായിട്ടുള്ള കാറ്റും അതേപോലെ ഐസി റോഡ്സും, റോഡൊക്കെ ഐസ് മൂടി കെടുക്കാനുള്ള സാധ്യതയുണ്ട്, വളരെ ശക്തമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് വരണത് എന്നൊക്കെ അവൾ സൂചിപ്പിക്കുകയാണ്. ദെൻ ടേബിളൊക്കെ ചിലപ്പോൾ കാറ്റത്തൊക്കെ ഇളകിയിട്ടുണ്ടാവും. ടേബിൾ എന്ന് പറയുന്നത് അത്രയും കട്ടിയുള്ള സാധനമാണ്. അത് ഇളകാനുള്ള കാറ്റെന്ന് പറയുമ്പോൾ അത്രയും ഹാർഷായിട്ടുള്ള കാറ്റെന്നൊക്കെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ദെൻ ജെനി റീച്ച്ഡ് അക്രോസ് ആൻഡ് ഹിറ്റ് ദി ബട്ടൺ. എന്തിൻ്റെ ബട്ടണാണ് ജെനി ഹിറ്റ് ചെയ്തത്, റേഡിയോൻ്റെ ബട്ടൺ. റേഡിയോ ആ സമയത്ത് എന്തുപോലെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്, ലൈക്ക് ഒരു അലാറം ക്ലോക്ക് പോലെ. അലാറം എന്ന് പറയില്ലല്ലോ, അലാം ക്ലോക്ക് പോലെയാണ് എന്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഒരു റേഡിയോ ആ സമയത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ടുഡേ ഈസ് ഡെഫിനറ്റ്ലി എ 2 sweater ഡേ ജെനി തോട്ട് ആസ് ഷീ റിഫിൾഡ് എന്താണ് മീനിങ്, എന്താണ് വരിക, സെർച്ച്, റിഫിൾഡ് അറൗണ്ട് ഇൻ ഹെർ സ്യൂട്ട് കേസ് ഫോർ ഹെർ ഫേവറേറ്റ് വിൻ്റർ ക്ലോത്തിങ്ങിന് ഒരു സ്യൂട്ട് കേസൊക്കെ ഉണ്ട് നമ്മുടെ ജെനിക്ക്. അതിൽ എന്ത് തിരയാണ് ആ ഒരു സമയത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ള 2 സ്വെറ്റർ ഇടണം എന്നൊക്കെ പറഞ്ഞല്ലോ, വാമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇടാനുള്ള സ്വെറ്ററൊക്കെ ആര് തരയാണ്, ജെനി തരയാണ്. അത്രയാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ദെൻ അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. ദെൻ നമ്മൾ എവിടെ എത്തിയപ്പോൾ, ഇനി ആ ഒരു സ്റ്റോറീൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറി തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. മിക്കവാറും നിങ്ങൾക്ക് സ്റ്റോറിയിൽ ഇപ്പോൾ യൂണിറ്റ് 2 ഒന്ന് പഠിച്ചു നമ്മൾ ഇതേപോലത്തെ ഒരു സ്റ്റോറി, യൂണിറ്റ് 3 ഇപ്പോൾ ഇതാ പഠിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെയാണ് ചോദിക്കുക. ഇനി യൂണിറ്റ് 4 ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് ചോദിക്കാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ആ വേർഡ്സിൻ്റെ മീനിങ്സ് എല്ലാം ഓർത്ത് വയ്ക്കുക, മനസ്സിലാക്കുക കൃത്യമായിട്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സെഷൻ സ്കിൽസ് ഫോർ റീഡിങ് കോംപ്രിഹെൻഷൻ. എന്തൊക്കെ സ്കിൽസാണ് റീഡിങ്ങിന് വേണ്ടിയിട്ടായിട്ട്, റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തെ മൊത്തത്തിലായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കഴിവുകളാണ്, എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്. ദി ഗിവൺ അനോട്ടേഷൻ ഇല്ലസ്ട്രേറ്റ്സ് ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ടു കോംപ്രിഹെൻഡ് ടെക്സ്റ്റുവൽ കണ്ടൻറ്റ്. അല്ലേ, നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ആദ്യം നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു തന്ന സമയത്ത് നിങ്ങളിൽ പകുതി മുക്കാൽ പേർക്കും അതെന്താണ് എന്നുള്ളത് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ജെനി എന്നുള്ളത് മാത്രം, അതായത് ഒരു പെൺകുട്ടിയാണെന്നുള്ളത് മാത്രം മനസ്സിലായിട്ടുണ്ടാവും പലർക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അത്രയും ബുദ്ധിമുട്ടാണ്, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വാക്കിൽ നിന്നും അങ്ങനെയുള്ള പാരഗ്രാഫിൽ നിന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയണത്. This kind of conscious think aloud activity draws our attention to on elements of reading comprehension that could otherwise be disregarded. നമ്മൾ അത്രയും ഡീപ്പായിട്ട് അത്രയും ആഴത്തിൽ ഉറക്കെ വായിക്കുന്ന സമയത്ത് നമ്മളത് കോൺഷ്യസ് ആയിട്ട് തന്നെ ഫുൾ കോൺസെൻട്രേഷൻ അതിൽ അപ്ലൈ ചെയ്ത് തന്നെ വായിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് ഗ്രഹിച്ചെടുക്കുക എന്നൊക്കെ പറയില്ല. അതായത് എന്താണ് പറഞ്ഞത്, അതിൻ്റെ ഹിഡൻ മീനിങ്സ് ഒക്കെ മാറ്റി അതിലെ ഒറിജിനൽ മീനിങ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഊഹിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് ഇതൊരു ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്തൊക്കെയോ വായിച്ചു പോയി എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുള്ളൂ. ഇൻ ദി ഇല്ലസ്ട്രേഷൻ യു ക്യാൻ സീ ഹൗ അവർ കോംപ്രിഹെൻഷൻ ഓഫ് ദി ടെക്സ്റ്റ് മെസ്സേജ് increases as we read it. അതായത് നമ്മൾ വായിക്കും തോറും നമ്മൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നത് എത്രത്തോളം, ആ ഒരു ഗ്രാഫ് വായിക്കും തോറും മനസ്സിലാവുന്നത് കൂടും എന്നുള്ള ആ ഒരു ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചറിയണം. ലേറ്റർ ഇൻഫോർമേഷൻ വാലിഡേറ്റ്സ് അവർ എസംഷൻസ് എന്താണ്, ഊഹങ്ങൾ. ദി കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻസ് ഹൈലി റിസ്കി വേർഡ്സ്. അല്ലേ, നമുക്ക് ആ ഒരു വേർഡ്സ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. ദെൻ ആൻഡ് പ്രയർ നോളജ് ബേസ്ഡ് പ്രിസംഷൻസ് ആർ
challenged. Assumptions കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റി, ചിലപ്പോൾ ആ ഒരു വാക്കിനെ പറ്റിയിട്ടുള്ള മുന്നേ നമുക്ക് അറിയണ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം എന്ത് ചെയ്യാണ്, ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. അതായത് ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വാക്ക് വായിക്കുന്ന സമയത്ത് അതിൽ ചില വേർഡ്സ് നമുക്ക് അറിയണത് ഉണ്ടാവാം, പക്ഷേ ഓരോ വേർഡ്സിനും പല രീതിയിലുള്ള മീനിങ്സ് ഉണ്ടല്ലോ. അതായത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു വേർഡിന് തന്നെ പല രീതിയിലുള്ള മീനിങ്സ് ഉണ്ട്. അതേപോലെയുള്ള മീനിങ്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു മീനിങ് ആയിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. ഇതിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കേണ്ട മീനിങ് നമ്മൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ശരിക്കും എന്താണ്, ചലഞ്ചിങ് ആണ്. ഹവർ ദി അനോട്ടേഷൻസ് ബെയർലി സ്ക്രേപ്പ് ദി സർഫസ് ഓഫ് ദി മീനിങ്. സ്ക്രേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് ചെയ്ത് നോക്കില്ല, നമ്മൾ ഈ ചെറുതിലൊക്കെ കിന്നരി ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കാണില്ലേ, അതേപോലെ സ്ക്രാച്ച് ചെയ്ത് നോക്കുക. അതായത് മീനിങ്ങിന് അത്രയും ആഴത്തിൽ മനസ്സിലാക്കുക. ഒരു വാക്കിൻ്റെ മീനിങ് എത്രത്തോളം ഉണ്ട്, അത്രയും വാസ്റ്റായിട്ടുള്ളൊരു ഏരിയ ആണ് മീനിങ് എന്ന് പറയുന്നത്. ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ടാവും. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രാച്ച് ചെയ്തെടുക്കുകയാണ്, അതെല്ലാം ആഴത്തിൽ നോക്കുകയാണ്. ദെൻ ആൻഡ് ദർ മൈറ്റ് ഓൾസോ ബി സം അതർ ഇൻ്റർപ്രിട്ടേഷൻ റെലവൻറ്റ് ഫോർ ദി എബോവ് എക്സെപ്റ്റ്. ഇനി ഇത് ഈ ടെക്സ്റ്റിൽ കൊടുത്തതല്ല, ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ പറഞ്ഞതല്ല, ബാക്കി എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഊഹങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള അസംഷൻസ് ഉണ്ടാവും. പലർക്കും പല രീതിയിലുള്ള വ്യൂ പോയിൻറ്റ്സ് ആയിരിക്കാം ഇത് വായിക്കുന്ന സമയത്ത് വരുന്നതെന്ന് പറയണത്. ദെൻ ഇത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനോ ആയിട്ട്, 3 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടോ എന്നറിയില്ല, എന്തായാലും ഒരു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഹെഡിങ് ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. എന്താണ്, സ്കിൽസ് ഇംപ്രൂവ് അവർ റീഡിങ് കോംപ്രിഹെൻഷൻ എബിലിറ്റി. റീഡിങ് കോംപ്രിഹെൻഷൻ എബിലിറ്റി നമുക്ക് മുഴുവനായിട്ടൊരു കാര്യത്തെ മനസ്സിലാക്കി, റീഡിങ്ങിലൂടെ ഒരു കാര്യത്തെ മുഴുവനായിട്ട് മനസ്സിലാക്കാനുള്ള ആ ഒരു എബിലിറ്റി എന്തൊക്കെ സ്കില്ല് വഴി, എന്തൊക്കെ കഴിവ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ അതന്നെയാണ് പറഞ്ഞത്, പക്ഷെ അത് കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലല്ലേ നമുക്ക് പറഞ്ഞത്. ഇത് നമുക്ക് പോയിന്റ്സ് വൈസ് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത്, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. മേക്ക് കണക്ഷൻസ് ബിറ്റ്വീൻ പാർട്സ് ഓഫ് ദി പാസേജ് ഇൻ ഓർഡർ ടു ബിൽഡ് അപ്പ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അതായത് എന്തെങ്കിലും നിഗമനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് ഉള്ള കണക്ഷൻസ് ഇങ്ങനെ വായിക്കുന്നതിലൂടെ ഇത് കണക്ട് ചെയ്തിട്ടായിരിക്കാം. നമ്മളിപ്പോൾ ജെനീൻ്റെ കേസിൽ തന്നെ എന്താണ്, ബുക്ക് ഷെൽഫിൽ നിന്ന് ഫ്രെയിമൊക്കെ വീണു, ടേബിളിൽ നിന്ന് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടേബിളിൽ നിന്നും സൗണ്ടൊക്കെ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശക്തമായിട്ടുള്ള കാറ്റ് അവിടെ ഉണ്ട്, കാറ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊക്കെ ഒരു തോട്ടൊക്കെ നമുക്ക് വരണം. അതാണ് കണക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുകയാണ് ഈ ഒരു കോംപ്രിഹെൻഷൻ റീഡിങ്ങിലൂടെ. ദെൻ എങ്ങനെയാണ്, എന്തൊക്കെ സ്കിൽസാണ് വേണ്ടത്, അവിടെ പോയിന്റ് വൈസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പോയിന്റ്സ് പഠിച്ചിട്ട് ഇത് മാത്രം എഴുതി വെക്കരുത്, ഇത് കുറച്ചും കൂടി നമ്മൾ തള്ളി വയ്ക്കാമെന്നൊക്കെ പറയില്ല. ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അവരുടെ ആൻസർ കീയിൽ, ടീച്ചേഴ്സിന് ഒരു ആൻസർ കീ ഉണ്ടാവില്ല, അവരുടെ ആൻസർ കീയിൽ ഇന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ആ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് വീഴും. നിങ്ങൾ എത്ര വാരി വലിച്ച് എഴുതിയിട്ടും കാര്യമില്ല, ഈ ഒരു പോയിന്റ് അതിലില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് ഇടാനുള്ള ഒരു സ്കോപ്പ് പോവാണ്. അപ്പോൾ ഈ ഒരു കീവേഡ്സ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക തന്നെ ചെയ്യാം. ദെൻ റെക്കഗ്നൈസ് ദി വേർഡ്സ്. എന്താണ് ഫസ്റ്റ് സ്കിൽ, എന്താണ്, റെക്കഗ്നൈസ് ദി വേർഡ്സ്. എന്തൊക്കെ വേർഡാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അതിൻ്റെ മീനിങ്സ് എന്താണ് വരിക എന്നൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക, തിരിച്ചറിയുക, റെക്കഗ്നൈസ് ചെയ്ത് വെക്കാം. ദെൻ റീറ്റെയിൻ ഇൻഫോർമേഷൻ. റീറ്റെയിൻ എന്ന് വെച്ചാൽ എന്താണ്, നിലനിർത്തിക്കൊണ്ടുപോവുക. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ, ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടും, എന്തെങ്കിലും ഒരു അറിവ്, അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സെൻറ്റൻസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു അറിവ്. അടുത്ത സെൻറ്റൻസ് വായിക്കുമ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് അടുത്ത സെൻറ്റൻസ് ഒരു പുതിയ സെൻറ്റൻസ് പോലെ അല്ല വായിക്കേണ്ടത്. ഒരു പാരഗ്രാഫ് ആണെങ്കിൽ ഒരു സെൻറ്റൻസിൻ്റെ കണക്ഷൻ ആയിട്ടായിരിക്കും അടുത്ത സെൻറ്റൻസ് വരിക. ഒരു പാരഗ്രാഫിൻ്റെ ഉള്ളിലത്തെ കാര്യമാണ് പറയണത്, ഒരു സെൻറ്റൻസിൻ്റെ കണക്ഷൻ ആയിട്ടായിരിക്കും അടുത്ത സെൻറ്റൻസ് വരിക. അപ്പോൾ മറ്റേ സെൻറ്റൻസിൽ നമ്മൾ ഗ്യാദർ ചെയ്ത ഇൻഫോർമേഷൻസ് എല്ലാം ഓർത്തിട്ട് വേണം ഈ ഒരു സെൻറ്റൻസ് വായിക്കാൻ, എന്നാലാണ് നമുക്കത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സ്കാൻ റെലവൻറ്റ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്. ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ നമ്മൾ എന്താണ്, റെഡ് ഇങ്കിൽ കൊടുക്കുന്നുണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് റെഡ് ഇങ്കിൽ കൊടുക്കുന്നുണ്ടല്ലോ, അതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ദെൻ കോംപ്രിഹെൻഷൻ ഓഫ് സിഗ്നൽസ്. പല രീതിയിലുള്ള സിഗ്നൽസ് ഉണ്ടാവും. നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതാണ്, കുത്ത്, കോമ, പങ്ക്ച്വേഷൻ, കോളം,
കോളം സെമിക്കോളം എന്നിങ്ങനെ കുറേയധികം എന്തുണ്ടാവും സിഗ്നൽസ് ഉണ്ടാവും. അതെല്ലാം മനസ്സിലാക്കുക. ഇൻവേർട്ടഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻവേർട്ടഡ് കോമയിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാവും. അതേപോലെ എക്സ്ക്ലമേറ്ററി മാർക്കായിട്ട് കൊടുത്തിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പങ്ക്ച്വേഷൻസ്, സിഗ്നൽസ്, പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് സ്കാൻ ചെയ്ത് മനസ്സിലാക്കുക. ഇൻഫോർമേഷൻ, റീറ്റെയിൻ ഇൻഫോർമേഷൻ, നമ്മൾ മുന്നേ സെൻറ്റൻസിൽ വായിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കളയാതെ അതിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യുക. ഇനി വായിക്കുന്ന സെൻറ്റൻസസ് ആ ഒരു പാരഗ്രാഫിൽ ആഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ അത് വായിക്കുക. ദെൻ റെക്കഗ്നൈസസ് ദി വേർഡ്സ്. ഇത്രയും സ്കിൽസാണ് റീഡിങ് കോംപ്രിഹെൻഷന് വേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കീവേഡ്സ് ഉറപ്പായിട്ടും എഴുതണം. ദെൻ reading comprehension is a task that is only partially contained inside the text. അതായത് റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടാസ്ക്കാണ്, ഒരു റിസ്ക്കാണ്. കാരണം നമ്മളിപ്പോൾ മുന്നേ വായിച്ചതിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. എന്താണ് അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അതിലുള്ള ഒന്നും തന്നെ അറിയണം എന്നില്ല. അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു മീനിങ് ചിലപ്പോൾ പകുതി മാത്രമാണ് അവർ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, ബാക്കി പകുതി നമ്മൾ ഊഹിച്ചെടുക്കണം എന്നുള്ള രീതിക്കാണ് എന്ത് വരുന്നത്, റീഡിങ് കോംപ്രിഹെൻഷൻ അങ്ങനെയുള്ള ടെക്സ്റ്റേഴ്സ് എല്ലാം വരുന്നത്. ദെൻ the interaction between the text and the reader's interpretation of it leads to a deep understanding. എന്താണ് പറയണത്, എന്തൊക്കെ വേണം, ഇൻ്ററാക്ഷൻ വേണം. ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഞാനും നിങ്ങളും ഇൻ്ററാക്ട് ചെയ്യണത് ചിലപ്പോൾ കമൻസിലൂടെ ആയിരിക്കാം, നിങ്ങൾ അറിയിക്കുന്ന കമൻസിലൂടെയാണ്. കുറേ പേര് ഇപ്പോൾ യൂണിറ്റ് 3 വേണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് നേരെ തിരിച്ച് എന്താണ് നിങ്ങൾക്കൊരു റിപ്ലൈ എന്നുള്ള രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അതൊരു ഇൻ്ററാക്ഷനാണ്. അങ്ങനെയുള്ള ഇൻ്ററാക്ഷൻ ആര് തമ്മിൽ വേണം എന്നാണ് പറയണത്, വായിക്കുന്ന ആളും റീഡറും അതേപോലെ തന്നെ ആ ഒരു ടെക്സ്റ്റും തമ്മിൽ വേണം. അതായത് ടെക്സ്റ്റിൽ ചിലപ്പോൾ പകുതിയായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക, ബാക്കി പകുതി ഊഹിച്ചെടുക്കുക. പകുതി ഞാൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്ന പോലെ റീഡർ പാതി, അതേപോലെ ടെക്സ്റ്റും പകുതി ആയിരിക്കാം, പാർഷ്യലി ആയിരിക്കാം ആ ഒരു ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ഒളിഞ്ഞു കിടക്കുന്ന മീനിങ്സ് എന്തൊക്കെയാണ്, അതെന്തൊക്കെയാണ് കൺവേ ചെയ്യണത്, എന്തുള്ള രീതിയിലാണ് അത് ആ ഒരു ടെക്സ്റ്റിൻ്റെ ആംബിയൻസ് എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കേണ്ടത് ആരാണ്, റീഡറാണ്. ദെൻ each of us read a book differently, and as a result we generate a variety of viewpoints upon a similar content. അതായത് നമ്മളുടെ എല്ലാവരുടെയും വ്യൂ പോയിൻറ്റ്സ് പല രീതിയിലാണ്. ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. സോ നമുക്കൊരു ടെക്സ്റ്റ് വായിക്കണ സമയത്ത് ഒരു രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷനിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൽ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഞാൻ ഊഹിച്ചെടുത്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കില്ല നിങ്ങളിൽ പലരും എത്തിച്ചേരുന്നുണ്ടാവുക അത് വായിക്കണ സമയത്ത്. സോ അങ്ങനെയുള്ള ഒരു വെറൈറ്റി ഓഫ് വ്യൂ പോയിൻറ്റ്സ്, പല രീതിയിലുള്ള ആശയങ്ങൾ എന്തിലൂടെ കിട്ടാണ്, ഈ റീഡിങ്ങിലൂടെ, ഇങ്ങനെ വായിക്കുന്നതിലൂടെ കിട്ടാണ്. ദെൻ we can also discover that our interpretations conflict with the author's intended message. Although complex and challenging to understand, these variations in human response and imagination are the core of the reading comprehension. Core എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് കോളേജസിലൊക്കെ ഉണ്ടാവും അല്ലേ, കോർ സബ്ജക്റ്റ്, കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ്. അതായത് അത്രയും മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും എന്തൊക്കെയാണ്, ഓതേഴ്സ് ഇൻറ്റൻറ്റഡ് മെസ്സേജസ് എന്ത് ചെയ്യാൻ പറ്റണം, ഡിസ്കവർ ചെയ്യാൻ പറ്റണം. അതായത് ഓതർ ചിലപ്പോൾ ഇന്ന മെസ്സേജാണ് ഈ ഒരു പാരഗ്രാഫിലൂടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്, ഇന്ന മെസ്സേജ് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടിയിട്ടായിരിക്കാം ആ ഒരു ടെക്സ്റ്റ് എഴുതുന്നുണ്ടാവുക. അത് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. ദെൻ അത് എന്തായിരിക്കാം, ചലഞ്ചിങ് ടു അണ്ടർസ്റ്റാൻഡ്. ചിലപ്പോൾ ആ എഴുതിയിരിക്കുന്ന ആളുടെ വാക്കുകൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും അതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്താം. ദെൻ ഇതെന്താണ്, നമുക്ക് പലർക്കും പല രീതിയിലാണ്, എത്രത്തോളം മനസ്സിലാക്കി എന്ന് പറഞ്ഞാലും പലരും പല രീതിയിലാണ്, പല അളവിലാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലുള്ള ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്, വെറൈറ്റി എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഇമാജിനേഷൻ, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയാലും ഇമാജിനേഷൻ, തിങ്കിങ് പവർ ആണെങ്കിലും ഒക്കെ വ്യത്യസ്തമാണ്. അതാണ് ശരിക്കും ഒരു റീഡിങ് കോംപ്രിഹെൻഷൻ്റെ കോർ എന്ന് പറയുന്നത്. ദെൻ മെയിൻ സംഭവം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. കോർ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, അവർ ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു കാര്യം റീഡിങ് കോംപ്രിഹെൻഷനിലൂടെ എന്ന് പറയുന്നത് അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസ്പോൺസും അതേപോലെ തന്നെ ഇമാജിനേഷനും. ഇനി ദി പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിലുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറുതാണ്. ഈ
റെഡ് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം അത്രയും കുറച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഈ ഒരു ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ദെൻ 3 ലെവൽസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 3 ലെവൽസ് മാത്രം ഹെഡിങ് എഴുതിയാൽ മതി. 3 ലെവൽസ് ആണ് പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനിലുള്ളത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ. ഫസ്റ്റ് ലെവലിലുള്ള പോയിന്റ്സ് എന്താണ്? ലിംഗ്വിസ്റ്റിക് ആണ്. അതായത് റീഡർ റിക്കഗ്നൈസസ് ആൻഡ് അനലൈസസ് ദി പെർട്ടിക്കുലർ വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്. ഒന്നുമില്ല, വേർഡ്സ് എന്തൊക്കെയാണ്, നമുക്കറിയാത്ത വേർഡ്സൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുമല്ലോ. ആ വേർഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മീനിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക, ആൻഡ് അത് മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനിൽ 3 സ്റ്റെപ്പാണുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ആണ്. എന്നിട്ട് അതിൻ്റെ താഴെ ലിംഗ്വിസ്റ്റിക് ആണെന്ന് എഴുതിയതിന് താഴെ എന്ത് ചെയ്യുക, ചെറുതായിട്ട് റെക്കഗ്നൈസസ്, അനലൈസസ് ദി വേർഡ്സ് ആൻഡ് ദെയർ മീനിങ്സ്. വേർഡ്സ്, പുതിയ വേർഡ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ മീനിങ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് നമ്മൾ എന്ത് പറയും? ലിംഗ്വിസ്റ്റിക് എന്ന് പറയും. ഇനി സെക്കൻഡ് ലെവൽ എന്താണ്? സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ സ്ട്രക്ചർ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ സ്ട്രക്ചർ ആണ്. തേർഡ് ലെവൽ എന്ന് പറയുന്നത് മാക്രോ സ്ട്രക്ചർ ആണ്. മാക്രോ മാറിപ്പോരുത്. സെക്കൻഡ് ലെവല് മൈക്രോ സ്ട്രക്ചർ. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ, അപ്പോൾ അത് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്ന ഓർത്ത് വെച്ചാൽ മതി. മൈക്രോ സ്ട്രക്ചർ സെക്കൻഡ് മെത്തേഡും തേർഡ് ലെവൽ എന്ന് പറയുന്നത് മാക്രോ സ്ട്രക്ചറും. സെക്കൻഡ് മെത്തേഡിൽ മൈക്രോ സ്ട്രക്ചറിൽ എന്താ വരുന്നത്? ഇറ്റ് റിക്വയർസ് ദി റീഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് comprehend the content of bigger sections of text rather than just reading once alone. അതായത് നമ്മൾ ഓരോ വാക്കും എണ്ണിയെടുത്ത് വായിക്കുന്നതിന് പകരം മൊത്തത്തിൽ ആ ഒരു പാരഗ്രാഫിൽ, ആ ഒരു ബിഗ് ആയിട്ടുള്ള പാരഗ്രാഫിൽ എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് അത് മനസ്സിലാക്കേണ്ടത്, അതിൽ നിന്നും എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. ആൻഡ് കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മൊത്തത്തിലായിട്ടൊരു കാര്യം മൊത്തത്തിൽ മനസ്സിലാക്കുക, പൂർണ്ണമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുകയാണ് കോംപ്രിഹെൻഡ്. അതാണ് എന്തിൽ വരുന്നത്? സെക്കൻഡ് മെത്തേഡിൽ വരുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്താണ്? മൈക്രോ സ്ട്രക്ചർ. ദെൻ തേർഡ് വണ്ണിൽ എന്താണ് വരുന്നത്? മാക്രോ സ്ട്രക്ചർ. മാക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതെന്നാണ്, മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുത്. അങ്ങനെ ഓർത്ത് വെക്കാട്ടെ, രണ്ടും മാറിപ്പോവരുതേ. Then macro structure. The reader recognizes and analyzes themes, topics and genre of the text. Genre of the text എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു തരം, അതായത് ടെക്സ്റ്റ് പല രീതിയിലായിരിക്കുമല്ലോ. ഒരു രീതി, മറ്റൊരു രീതി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഏത് രീതിയിലാണ് ആ ഒരു ടെക്സ്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതിലെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണതാണ് മാക്രോ സ്ട്രക്ചർ എന്നുള്ള തേർഡ് ലെവലിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ എന്നിങ്ങനെ പഠിച്ചു വയ്ക്കുക. പ്രോസസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ 3 രീതിയിലാണെന്നുള്ളതും 3 ഏതൊക്കെയാണെന്നുള്ളതും ഹെഡിങ്ങും അതിൻ്റെ താഴെ വരുന്ന പോയിൻറ്റ്സും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Then, these 3 levels of categorization of reading comprehension form together a method called text base. നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്സിനൊക്കെ ടെക്സ്റ്റ് ബേസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? These 3 levels എന്ന് എഴുതരുത്. ഏത് 3 ലെവൽസ് ആണെന്ന് എഴുതണം? ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു? ലിംഗ്വിസ്റ്റിക്. സെക്കൻഡ് സ്റ്റേജ് മൈക്രോ സ്ട്രക്ചർ. തേർഡ് സ്റ്റേജ് മാക്രോ സ്ട്രക്ചർ. എന്നിട്ട് താഴെ എഴുതിയാൽ മതി ദീസ് 3 ലെവൽസ് ഓഫ് കാറ്റഗറൈസേഷൻ. കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേർതിരിക്കുക. ഇങ്ങനെ വേർതിരിക്കുന്ന റീഡിങ് കോംപ്രിഹെൻഷൻ വേർതിരിച്ച് അത് മൊത്തത്തിൽ ടുഗെദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൊത്തത്തിൽ ആ ഒരു ഫോം എന്ന് പറയണതാണ് എന്തെന്ന് പറയണത്? ടെക്സ്റ്റ് ബേസ് എന്ന് പറയണത്. ദെൻ the individual interpretation of the reader about the textual content is then integrated with the interpretation formed through the existing information or knowledge of the reader. സെൻറ്റൻസ് വലുതാണെന്ന് പറഞ്ഞ് പേടിക്കണ്ട. എന്താണ്? നമുക്ക് ഓൾറെഡി ആ ഒരു കാര്യത്തെ, ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിയണതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അറിവുണ്ടാവുമല്ലോ, ആ അറിവിൻ്റെ കൂടെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്നതായിട്ടുള്ള ആ ഒരു ടെക്സ്റ്റുവൽ കണ്ടൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ്റഗ്രേഷൻ എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പൈൻ ചെയ്യുക. അതായത് നമുക്ക് മുന്നേ അറിയാവുന്നതായിട്ടുള്ള അറിവും അതേപോലെ ആ ടെക്സ്റ്റ് വായിക്കണ സമയത്ത് നമുക്ക് കിട്ടണ അറിവും തമ്മിൽ എന്ത് ചെയ്യുക? ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള മൊത്തത്തിലൊരു രൂപമായിട്ട് മാറ്റുക. ദെൻ that is a situation model is being developed here in which the readers at first obtain the meaning of the text only through the textual information. അതായത് സിറ്റുവേഷൻ മോഡൽ എന്ന് പറയുന്നത് ടെക്സ്റ്റുവൽ ഇൻഫോർമേഷനിലൂടെയാണ് എന്ത് കിട്ടണത്, എന്താണ് ആ ഒരു ടെക്സ്റ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്താണ് ടെക്സ്റ്റിൻ്റെ മീനിങ് എന്നൊക്കെ റീഡേഴ്സിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ ദി റീഡേഴ്സ് തിങ്ക് ബിയോണ്ട് ദി ടെക്സ്റ്റുവൽ മീനിങ് ആൻഡ് ഇൻറ്റഗ്രേറ്റ് തിങ്ക് ബിയോണ്ട്. അതായത്
തിങ്ക് ബിയോണ്ട് ദി ടെക്സ്റ്റൽ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റൽ മീനിങ്, അതായത് ഒരു വേർഡ് അതിൻ്റെ മീനിങ് എന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, റീഡേഴ്സ് തിങ്ക് ചെയ്യുക, ചിന്തിച്ച് അതിങ്ങനെ ആയിരിക്കാം എന്നുള്ള അസംഷൻസിൽ എന്നുള്ള ഊഹത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ടെക്സ്റ്റൽ മീനിങ് വിത്ത് ജനറൽ നോളജ് എന്തായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, നമ്മുടെ ജനറൽ നോളജ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് വായിച്ചിട്ട് നമുക്ക് എന്താണോ മനസ്സിലായത് അത് നമുക്കറിയാവുന്ന കാര്യങ്ങളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, കമ്പൈൻ ചെയ്തിട്ടുള്ള അങ്ങനെ മൊത്തത്തിലുള്ള ആ ഒരു ഫോമിലായിരിക്കണം നമ്മളൊരു ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്. This helps them to reach a personal or emotional level interpretation of the textual content. അപ്പോൾ how we attain a emotional level interpretation എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് റീഡേഴ്സ് തിങ്ക് ബിയോണ്ട് ദി ടെക്സ്റ്റൽ മീനിങ്. ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അപ്പുറത്തേക്ക്, അതായത് ടെക്സ്റ്റൽ മീനിങ്ങിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം, ആൾക്കാർക്ക് ചിന്തിക്കണം. ആൾക്കാരെന്ന് പറയുന്നത് റീഡേഴ്സ് ചിന്തിക്കാൻ പറ്റണം. എന്നിട്ട് അവരുടേതായിട്ടുള്ള ജനറൽ നോളജുമായിട്ട് ഈ ഒരു ടെക്സ്റ്റൽ കണ്ടൻറ്റിൽ നിന്നും അവർ വായിച്ചെടുത്ത കാര്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം, കമ്പൈൻ ചെയ്യാൻ പറ്റണം. This helps them to reach a personal or emotional level interpretation. While reading, we come across new phrases, ideas and viewpoints that both test and broaden our understanding. Broaden എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വികസിക്കുക, അതായത് നമ്മുടെ മനസ്സിലാക്കുന്ന ആ ഒരു കഴിവെന്ന് പറയുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് അത്രയും വികസിക്കുകയാണ്. ആൻഡ് അത്രയും നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണ്. നമുക്കിതൊക്കെ അറിയണുണ്ടോ, അറിയണില്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയുക എന്നുള്ളത്, നമ്മുടെ വ്യൂ പോയിൻറ്റ്സ്, നമ്മുടെ ഐഡിയാസ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണ്. അതേപോലെ ന്യൂ ഫ്രേസസ്, പുതിയ പുതിയ വാക്കുകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പല വാക്കുകളും പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഏതൊക്കെയാണെന്നുള്ളതൊക്കെ കമൻസിലായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 3 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. താങ്ക്